മഹാദേവന്റെ തൃശൂലത്തിൽ കുടികൊള്ളുന്ന ദേവതയെ പറ്റി നോക്കാം. മഹാദേവന്റെ തൃശൂലം എന്ന് കേൾക്കാത്ത ഒരു ശിവഭക്തരും കാണില്ല. സാധാരണ എല്ലാ അസ്ത്രത്തിലും ദേവന്മാരാണ് കൂടിയിരിക്കുന്നത്. എല്ലാ ദേവാസ്ത്രങ്ങളിലും വലുത് ബ്രഹ്മാസ്ത്രമാണ്. 10 ബ്രഹ്മാസ്ത്രത്തിനു സമമാണ് സുദർശനം. 100 സുദർശനത്തിനു സമം ഒരു തൃശൂലം. അതിനു സമമായി ഒരു ദേവാസ്ത്രവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ അസ്ത്രങ്ങളിലും പുരുഷ ദേവന്മാരാണ് ആവാഹിക്കപ്പെടുന്നത്. എന്നാൽ മഹാദേവന്റെ തൃശൂലത്തിൽ ഒരു ദേവിയാണ് പ്രതിഷ്ഠ. അത് ശൂലിനി ദേവിയാണ്. ശൂലിനി ശക്തിയുള്ള തൃശൂലം 3 പേർക്കാണ് ഉള്ളത്: മഹാദേവൻ, ദുർഗ, വീരഗണപതി. ആരാണ് ശൂലിനി എന്ന് നോക്കാം. ശൂലത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഇതിനർത്ഥം. തൃശൂലത്തിലെ 3 ശാഖകളെ പറ്റി നോക്കാം. മുകളിലേക്ക് നിൽക്കുന്നതും ഉയരം കൂടിയതുമായ ഭാഗം പര എന്നാണ് അറിയപ്പെടുന്നത്. അഗ്നി തേജസ്സാണ് ഇവിടെ. ഇടത് ഉയർന്നു നിൽക്കുന്നത് അപര എന്ന് അറിയപ്പെടുന്നു. ചന്ദ്ര തേജസ്സാണ് ഇവിടെ. വലതുയർന്നു നിൽക്കുന്നത് പരാൽപര. ഇവിടെ സൂര്യ തേജസ്സാണ് ഉള്ളത്.